ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഈ വീഡിയോയുടെ ഉദ്ദേശം ഞാനും ചേട്ടനും കൂടിയിട്ട് എൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മേൻ്റെയും 80ാം കല്യാണ ചടങ്ങിന് വേണ്ടിയിട്ട് ചെന്നൈയിലോട്ട് പോകുന്ന വ്ലോഗാണ്. സോ ഞാനും ചേട്ടനും തിരിക്കുന്നത് 6-ാം തീയതി രാത്രിയാണ്. 7 മണിക്കുള്ള ട്രെയിനിലാണ് തിരിച്ചത്. ട്രിവാൻഡ്രത്തിൽ നിന്ന് ഡയറക്റ്റ് MGR റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ട്രെയിൻ വരുന്നത്. ട്രെയിനിൽ കയറി ഉടനെ തന്നെ ചേട്ടൻ്റെ പരിപാടി തുടങ്ങി കേട്ടോ. സ്നാക്സൊക്കെ കഴിച്ചു. സ്നാക്സ് കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഡിന്നർ കഴിച്ചു. ഡിന്നറിന് ഞാൻ ഓൾറെഡി വീട്ടിൽ പാർസൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ പാർസൽ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത്. പൊറോട്ടയും ബീഫ് ഫ്രൈയും ആയിരുന്നു. സോ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കിടന്ന് ഉറങ്ങി. നല്ല ഉറക്കമായിരുന്നു കേട്ടോ. നല്ല ഉറങ്ങി ഞങ്ങൾ. എനിക്ക് ലോവർ ബർത്തും ചേട്ടൻ്റെ മിഡിൽ ബർത്തും ആയിരുന്നു കിട്ടിയിരുന്നത്. അത് കഴിഞ്ഞ് രാവിലെ എണീറ്റ് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ കുറേ സീനറിയൊക്കെ കണ്ടിരുന്നു. സോ ഫൈനലി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി, MGR റെയിൽവേ സ്റ്റേഷൻ. ആദ്യം വിചാരിച്ചു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഴിക്കാൻ. എനിക്കാണെങ്കിൽ രാവിലെ ഫുഡ് കഴിച്ചുകൊണ്ട് ഒരു ടാബ്ലറ്റ് കഴിക്കാനുണ്ടായിരുന്നു. സോ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ബട്ട് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കഴിച്ചില്ല. ചേട്ടൻ നോമ്പുമായിരുന്നു. അപ്പോൾ ചേട്ടന് കഴിക്കാൻ പറ്റത്തില്ല. സോ കുറച്ച് നേരം അവിടെ കിടന്ന് കറങ്ങിയതിന് ശേഷം ഞങ്ങളൊരു ഓലയുടെ ഓട്ടോ ബുക്ക് ചെയ്തു. ചെന്നൈയിൽ ഓൾമോസ്റ്റ് ഈസിലി കിട്ടുന്നതാണ് ഓലയുടെ ഓട്ടോ. ഞങ്ങൾ ബുക്ക് ചെയ്ത ഒരു 2 മിനിറ്റ്സിൽ തന്നെ ഞങ്ങൾക്ക് ഓലയുടെ ഓട്ടോ കിട്ടി. സോ ആദ്യം ഞങ്ങൾ പോയത് സംഗീത വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ്. സംഗീത വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഒരു ഫേമസ് റെസ്റ്റോറൻറ്റാണ് ചെന്നൈയിൽ. അവിടെ നല്ല ദോശയും ഇഡ്ഡലിയും ഒക്കെ കിട്ടുന്നതാണ്. സോ അവിടെ പോയി നല്ല റഷ് ഉണ്ടായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് 2 പേർക്കുള്ള സീറ്റ് കിട്ടിയത്. സോ ഞാൻ അവിടെ ഓർഡർ ചെയ്തത് ഇഡ്ഡലിയും ഗീ മസാല ദോശ. പെട്ടെന്ന് തന്നെ ഫുഡും കിട്ടി. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പോയ. ഇഡ്ഡലിക്കാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഗീ മസാല ദോശയാണ്. വീണ്ടും ഞങ്ങളൊരു ഓലയുടെ ഓട്ടോ ബുക്ക് ചെയ്തു. നേരെ പോയ ഞങ്ങളുടെ റൂമിലോട്ടാണ്. ഞാൻ ഓൾറെഡി നാട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരു Airbnb പ്രോപ്പർട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഫാമിലി സ്റ്റേ ചെയ്യുന്നതിൽ തന്നെ ഒരു റൂം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റെൻ്റ് ഔട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ ഫ്ലാറ്റിലോട്ട് എത്തി. ഇതാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. സോ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ തന്നിട്ടുണ്ട്. ലൈക്ക് കബോർഡ്സ് ഉണ്ട്, അയൺ ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ബ്ലാങ്കറ്റ്, പിന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാം, ബ്രഷ്, പേസ്റ്റ്, അങ്ങനത്തെ സോപ്പ് എല്ലാം ഉണ്ടായിരുന്നു. അതേപോലെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ പ്ലേറ്റ് ഉണ്ടായിരുന്നു, വെള്ളം കുടിക്കാനുള്ള ഗ്ലാസ്, അങ്ങനത്തെ എല്ലാ ആയിട്ടുള്ള ബേസിക് ഫെസിലിറ്റീസും ഉണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് Airbnb പ്രോപ്പർട്ടി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഏരിയയിൽ തന്നെ ഞാൻ ഹോട്ടൽസൊക്കെ നോക്കിയായിരുന്നു ഒരു 2 ഡേയ്സിന് വേണ്ടിയിട്ട്. എല്ലാം ഒരു 4000 കുറഞ്ഞ ഒരു റൂംസും ഇല്ലായിരുന്നു. സോ അത്യാവശ്യം നല്ലതായിട്ടുള്ള റൂംസ് ഒന്നും ഇല്ലായിരുന്നു. സോ ഈ Airbnb പ്രോപ്പർട്ടിയിൽ ബേസിക് ഫെസിലിറ്റീസ് ഉണ്ട്. അതേപോലെ സെൻറ്റർ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് വരുന്നത്. നമുക്ക് ഈസിലി എല്ലാം തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആയിരുന്നു. അവർ ചാർജ് ചെയ്ത് 1800 പെർ ഡേ ആണ് അവർ ചാർജ് ചെയ്തത്. അങ്ങനെ റൂമൊക്കെ കണ്ട് റൂമിൽ ഞങ്ങൾ വന്ന് ഫ്രഷപ്പൊക്കെ ആയതിനു ശേഷം ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി വാങ്ങിക്കാൻ വേണ്ടി ഡോറ് തുറന്നപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഒരാൾ അകത്തോട്ട് ചാടിക്കയറി. ഇവൻ്റെ പേരാണ് മൈൽസ്. മൈൽസ് എന്ന് പറയുന്നത് ഈ ഓണർ വളർത്തുന്ന ഒരു ഡോഗാണ്. സോ മൈൽസ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അവൻ്റെ കൂടെ കുറേ നേരം ഞങ്ങൾ രണ്ടാളും കളിച്ചു, അവൻ്റെ കൂടെ കുറേ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഫുഡ് വന്നിട്ട് ഞാൻ കഴിച്ചില്ലായിരുന്നു. മൈൽസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ബിസി ഒരു മോഡിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മൈൽസിൻ്റെ ഓണർ വന്ന് മൈൽസിനെ വിളിച്ചുകൊണ്ടുപോയി. സോ ഞാൻ വാങ്ങിച്ച ഫുഡാണ് ഇത്. ചേട്ടൻ അപ്പോഴേക്കും കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പം ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ ബിരിയാണീൻ്റെ കൂടെ അവർ 2 പീസ് ചിക്കൻ 65 തന്നു. ഇത് ഞാൻ ഓർഡർ ചെയ്തത് സേലം ബിരിയാണി, അതിൻ്റെ പേര് ഞാൻ കറക്റ്റ് മറന്നുപോയി. സേലം ബിരിയാണിയായിരുന്നു. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഈ സേലം ബിരിയാണി. സോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അവരുടെ റൈസിന് നോക്കിയ ഒരു 200 റുപ്പീസിനുള്ള ഒരു ബിരിയാണിയുടെ
ക്വാണ്ടിറ്റി ആണോ ഇത്? നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത്തിപ്പോലെ കിട്ടത്തുള്ളൂ. ഇത് ഇത്ര നല്ല രണ്ടാൾക്ക് കഴിക്കാൻ അത്രയുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അടിപൊളി ബിരിയാണിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും കയറി കിടന്ന് ഉറങ്ങി. പിന്നെ ഒരു 5 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടാളും റെഡിയായി ഇറങ്ങിയായിരുന്നു പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ലൊക്കേഷൻ ബെസന്റ് നഗർ ബീച്ചാണ്. ബെസന്റ് നഗർ ബീച്ച് കഴിഞ്ഞ തവണ ഞങ്ങൾ ചെന്നൈ വന്നപ്പോഴും പോകണമെന്ന് വിചാരിച്ചായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ സമയം കോവിഡൊക്കെ കാരണം അവർ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു, പോകാൻ പറ്റിയില്ലായിരുന്നു ഞങ്ങൾക്ക്. സോ ഇത്തവണ എന്തായാലും പോകണമെന്ന് ഞങ്ങൾ രണ്ടാളും പ്ലാൻ ചെയ്തതാണ്. സോ അങ്ങനെ അടുത്ത ഓലാടെ ഓട്ടോ ബുക്ക് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് ബെസന്റ് നഗർ ബീച്ചിലോട്ടാണ്. വൈകുന്നേരം 5 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഓഫീസൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഒരു സമയമല്ലേ, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തിരി ലേറ്റായാണ് എത്തിയത്. ബട്ട് ഭാഗ്യത്തിന് വെളിച്ചം താഴ്ന്നിട്ടില്ലായിരുന്നു. ഇതിൻ്റെ ബെസന്റ് നഗർ ബീച്ചിൻ്റെ അടുത്തെത്തി കേട്ടോ. അവിടെ ഫുൾ ഷോപ്സും കഫേസും ഒക്കെയാണ്. നല്ലൊരു വൈബുള്ളൊരു ബീച്ചാണ് കേട്ടോ ബെസന്റ് നഗർ ബീച്ച്. എനിക്ക് കമ്പാരിറ്റീവ്ലി മറീന ബീച്ചിനെക്കാട്ടിലും ബെസന്റ് നഗർ ബീച്ച് കുറച്ചും കൂടെ ഒരു ക്ലീൻ, അതേപോലെ കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. സോ ഇതാണ് ബെസന്റ് നഗർ ബീച്ച്. ബെസന്റ് നഗർ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട് കേട്ടോ. ഒന്നും വലുതായിട്ട് ഓപ്പൺ ആയില്ല, കാരണം ഒരു 5:30 ടൈമല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നും വലുതായിട്ട് ഓപ്പൺ ആയിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴേ ഓപ്പൺ ആകത്തുള്ളൂ. ഇതൊരു ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു ബെസന്റ് നഗർ ബീച്ചിലെ ഒരു സ്റ്റാച്ചു പോലത്തെ ഒരു സംഭവമാണ്. സോ അങ്ങോട്ടാണ് ആദ്യമേ ചേട്ടൻ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ചേട്ടൻ പോയത്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു കപ്പിൾ ഉണ്ടായിരുന്നു. സോ അവർക്ക് ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. ചേട്ടൻ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. സോ അതൊക്കെ കഴിഞ്ഞ് ചേട്ടന് ഫോട്ടോ എടുക്കണമായിരുന്നു. അതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ കുറേ നേരം ബെസന്റ് നഗർ ബീച്ച് എൻജോയ് ചെയ്തു. അത് കാഴ്ചകളൊക്കെ കണ്ടു. ചേട്ടൻ നോമ്പ് തുറക്കുന്ന സമയം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ചെന്നൈയിൽ നോമ്പ് തുറക്കുന്ന ടൈം 6:22 ആണ്. സോ 6:22 ആവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ഓൾറെഡി ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണി വാങ്ങിച്ചപ്പോഴത്തേക്കും ചേട്ടനൊരു മട്ടൻ ബിരിയാണിയും കൂടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഞങ്ങൾ ബീച്ചിലോട്ട് കൊണ്ടുവന്നു. ബീച്ചിൽ നിന്ന് ചേട്ടൻ നോമ്പ് തുറക്കാൻ അത് ഉപയോഗപ്പെടുമല്ലോ എന്ന് വിചാരിച്ചു. ഒരുപാട് ആൾക്കാർ ഫാമിലിയായിട്ട് വന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ച് വെയിറ്റ് ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളും അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സോ ഫൈനലി 6:22 ആയി. ചേട്ടൻ നോമ്പ് തുറക്കുന്ന ടൈമായി. ചേട്ടൻ അവിടെ ഒരു പ്ലേസൊക്കെ കണ്ടുപിടിച്ചിരുന്നു. ചേട്ടൻ ബിരിയാണി ഓപ്പൺ ചെയ്ത് കഴിച്ച് നോമ്പൊക്കെ തുറന്നു. അതേസമയം അവിടെ ഒരുപാട് ആൾക്കാർ അവരെ പെറ്റ്സിനെയൊക്കെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഒന്നാണ്, ബട്ട് ഒരുപാട് പേരെ ഞാൻ കണ്ടായിരുന്നു. അതേപോലെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേട്ടൻ ബിരിയാണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഫുഡ് സ്ട്രീറ്റിൽ കൂടെ നടക്കുകയായിരുന്നു. എനിക്ക് വലുതായിട്ടൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് എനിക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, കോൾഡ് മൈലോ ഒന്ന് കുടിച്ച് നോക്കണമെന്ന്. സോ അത് കുടിച്ച് നോക്കിയായിരുന്നു ആ കടയിൽ നിന്ന്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ബാവു എന്ന് പറഞ്ഞൊരു കടയിലാണ്. ബാവു എന്ന് പറഞ്ഞൊരു കടയിൽ. അവിടെ നല്ല ബാവു കിട്ടുമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ ഓൾറെഡി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എവിടെ നിന്ന് കഴിക്കണം എന്നൊക്കെ. അങ്ങനെ ഒരു ഡെസ്റ്റിനേഷനായിരുന്നു ഈ ബാവു. സോ അവിടെ പോയിട്ട് ഞാൻ ഓർഡർ ചെയ്തത് ഡൈനാമിക് ചിക്കൻ ബാവു ആണ്. ഒന്നാണ് ഞാൻ വാങ്ങിച്ചത്. അത് തന്നെ ഞങ്ങൾ 2 പേരും ഷെയർ ചെയ്ത് കഴിച്ചു. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇത്രയും കഴിച്ചപ്പോഴത്തേക്കും എനിക്കും ചേട്ടൻ എന്തെങ്കിലും കുടിക്കാൻ തോന്നി. അപ്പം അപ്പുറത്ത് തന്നെ ഒരു ബോബയുടെ ഒരു കട ഉണ്ടായിരുന്നു, ചാ എന്ന് പറഞ്ഞിട്ട്. അവിടെ ചെന്നിട്ട് ചേട്ടൻ ഒരു മാംഗോ ഷേക്ക് ബോബ വാങ്ങിച്ചു. ഞാനൊരു ഗ്രീൻ ആപ്പിൾ മൊഹിറ്റോ ടൈപ്പുള്ളൊരു ബോബ വാങ്ങിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു. അത് രണ്ടും കുടിച്ചതിന് ശേഷം ഞങ്ങൾ നടന്നു. ഓട്ടോ കിട്ടുന്ന ഒരു സ്ഥലം വരെ നടന്നു. അവിടെ ചെന്നിട്ട് ഓട്ടോ ബുക്ക് ചെയ്തു. ഒരു ഹസ്ബൻഡും വൈഫും ഒന്നിച്ച് വന്നിട്ടാണ് ഞങ്ങൾ ഓലയിൽ കൊണ്ടാക്കിയത് ഞങ്ങളെ റൂമിലോട്ട്. സോ ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡേ.